അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധ സാഹചര്യത്തിന് പിന്നാലെ ക്യൂബയെക്കുറിച്ച് നടത്തിയ പരാമർശം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിനോടൊപ്പം അമേരിക്ക സ്വീകരിച്ച സൈനിക നിലപാടുകൾ ഇതിനകം തന്നെ മധ്യപൂർവേഷ്യയിൽ സംഘർഷാവസ്ഥ ശക്തമാക്കിയിരിക്കുമ്പോഴാണ് അടുത്ത ലക്ഷ്യമായി ക്യൂബയെ ചൂണ്ടിക്കാട്ടിയ ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വരുന്നത്. വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ഇറാനിലെ യുദ്ധം അവസാനിച്ചാൽ ക്യൂബയിലെ നിലവിലെ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നതാണ് അമേരിക്കയുടെ അടുത്ത ലക്ഷ്യമെന്നതാണ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മിയാമി ടീമിനെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു ട്രംപ് ഈ ഒരു പരാമർശം നടത്തിയത്. ഇറാനിലെ സംഘർഷം അവസാനിക്കുന്നതിൻ്റെ സമയത്തിൻ്റെ കാര്യമാണെന്നും അതിനുശേഷം ക്യൂബയിലെ ഭരണകൂട മാറ്റം സംഭവിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പ്രസ്താവന വെറും രാഷ്ട്രീയ പ്രസംഗമോ അതോ ഭാവിയിലെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ സൂചനയോ എന്ന ചർച്ചയാണിപ്പോൾ ഉയരുന്നത്. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി ഏറെ സംഘർഷപൂർണമായതാണ്. പ്രത്യേകിച്ചും 1959 ക്യൂബൻ റവല്യൂഷന് ശേഷം ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിതമായതോടെ അമേരിക്ക ക്യൂബ ബന്ധം ശീതയുദ്ധ കാലഘട്ടത്തിലെ പ്രധാന സംഘർഷ രേഖകളിലൊന്നായി മാറിയിരുന്നു. അതിനുശേഷം പല ദശകങ്ങളിലായി അമേരിക്ക ക്യൂബയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത നയങ്ങൾ തുടരുകയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമയുടെ ഭരണകാലത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ആ നയങ്ങളിൽ പലതും പിൻവലിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക സംഘർഷവും അതിനോടനുബന്ധിച്ചുള്ള ട്രംപിൻ്റെ പ്രസ്താവനകളും ലോകരാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഈ പരാമർശത്തെ എങ്ങനെ കാണുമെന്നതും ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. ക്യൂബയിലെ ഭരണകൂടത്തെ പുറത്താക്കുമെന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് തുറന്നു പറയുന്നത് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന വെറും രാഷ്ട്രീയ വേദിയിലെ പ്രസംഗം എന്നതിലുപരി ഭാവിയിലെ അമേരിക്കൻ വിദേശ നയത്തിൻ്റെ സൂചനയായി കാണണമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇറാനിലെ യുദ്ധ സാഹചര്യവും അതിന് പിന്നാലെ ഉയർന്ന ഈ പരാമർശവും ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുവാൻ സാധ്യതയുള്ളതായി നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്.